ഹേ മച്ചന്മാരെ അങ്ങനെ നമ്മുടെ GTA 5 മോഡിൻ്റെ അകത്തോട്ട് നമ്മുടെ ഫ്രാങ്കിളിൻ്റെ വീടും കാര്യങ്ങളും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് നിങ്ങളുടെ ഗെയിമിൽ GTA 5ൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നതിൻ്റെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ കുറേ പേർക്ക് ഇതുവരെ GTA 5 കാര്യങ്ങളുടെ മോഡ് ലിങ്ക് കാര്യങ്ങൾ കിട്ടുന്നില്ല, വർക്കാവുന്നില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള സിമ്പിൾ സ്റ്റെപ്പും കാര്യങ്ങളും ഞാൻ ഈ വീഡിയോ കൂടെ തന്നെ പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിൽ കുറച്ച് പുതിയ പ്രോപ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരുന്നതും കൂടെയാണ്. അപ്പോൾ നമ്മുടെ ഫ്രാങ്കിളിൻ്റെ വീടും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ വന്ന അപ്ഡേറ്റിൻ്റെ അകത്ത് കുറച്ച് ഐറ്റംസും കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ നമുക്ക് നോക്കാവുന്നതാണ്. ആദ്യം തന്നെ നമ്മുടെ ഇന്നോവ കാറും കാര്യങ്ങളാണ് നമ്മൾ എടുത്തേക്കുന്നത്. 1207 എന്നടിക്കുമ്പോൾ തന്നെ നമുക്ക് ഇന്നോവ കാറും കിട്ടുന്നുണ്ട്. 4000 കൊള്ളുമ്പോൾ നമ്മുടെ മെക്ലാറും കാറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കാറ് കാര്യങ്ങളാണ് നമുക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പോർഷ കാറ് കാര്യങ്ങൾ വന്ന് അങ്ങനെ നമ്മുടെ കറൻ്റ് നമുക്ക് ഈ ഒരു അപ്ഡേറ്റിനകത്ത് 3 കാറും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോൾ വന്നിരുന്നത്. അപ്പോൾ ഈ 3 കാറ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലെന്ന് നോക്കിയിട്ടൊന്ന് കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. മിക്കവാറും നിങ്ങൾക്ക് പോർഷ എടുക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു പ്രശ്നം കാണുമായിരിക്കും. അപ്പോൾ അങ്ങനെ വല്ലവരും ഉണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ ആ പോർഷ കാർ കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വിടുന്ന ലിങ്കിനകത്ത് ഇട്ട് തരുന്നതായിരിക്കും. ഈ വീഡിയോക്കകത്ത് ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും മാക്സിമം കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ കുറച്ച് പ്രോപ്സും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു ഈ അപ്ഡേറ്റിൽ. അപ്പോൾ അത് ഏതൊക്കെ പ്രോപ്സും കാര്യമാണ് നമ്മളിവിടെ എടുത്ത് കാണിക്കുന്നുണ്ട്. നമുക്ക് SSC1 തൊട്ട് SSC10 വരെ പ്രോപ്സും കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഓരോന്നായിട്ട് ഞാൻ ഇവിടെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഓരോത്തിനും പല പല ഡിഫറെൻറ്റ് കളേഴ്സും കാര്യങ്ങളാണ്. ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് മോഡ് ഓൺ ചെയ്തിട്ട് നമുക്ക് ഓരോ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലത്തെ ഐറ്റംസ് കാര്യങ്ങളും കിട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പ്രോപ്സും കാര്യങ്ങൾ എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ ഈ പ്രോപ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് പിന്നെ ക്രിയേറ്റിവിറ്റി എല്ലാം ഐഡിയാസ് എല്ലാം ഉണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കത് ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാവുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങൾ അതിനുവേണ്ടി കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. പുതിയ പ്രോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ വേറെ 10 പ്രോപ്സും കൂടെ ഉണ്ട്. അത് HSC1 തൊട്ട് HSC10 വരെ ഉണ്ട് നമുക്ക് ആ പ്രോപ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതും ഞാനിവിടെ ഓരോന്നായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. HSC1, HSC2, HSC3, HSC4 അങ്ങനെ ഓരോന്നായിട്ട് 10 വരെ ഞാൻ ഇവിടെ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ രണ്ട് പ്രോപ്സിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ ഏതാണ് ഇഷ്ടപ്പെട്ട പ്രോപ്സും കാര്യങ്ങളൊന്ന് കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ 2 പ്രോപ്സ് വെച്ചിട്ട് എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി ആയിട്ട് വല്ല ഐഡിയ കാര്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അതുകൂടെ നമുക്കൊന്ന് കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്കതൊക്കെ നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇനിയും വരാൻ പോകുന്ന പുതിയ അപ്ഡേറ്റ്സിലേക്ക് നിങ്ങൾക്ക് വേറെ സൈസിലെ പ്രോപ്സും കാര്യങ്ങളും വേണോ അതോ ഇതുപോലത്തെ ടൈപ്സിലുള്ള പ്രോപ്സും കാര്യങ്ങളൊക്കെ മതിയോ എന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. കമൻറ്റ് അനുസരിച്ച് നമുക്ക് അങ്ങനത്തെ കുറേ ഐറ്റംസ് കാര്യങ്ങൾ നമുക്ക് ഡെവലപ്പറോട് സംസാരിച്ചിട്ട് അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് കാര്യങ്ങളൊക്കെ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള റിപ്ലൈ കാര്യങ്ങളൊക്കെ നമ്മൾ ഉടനെ തന്നെ തരുന്നതായിരിക്കും. അപ്പോൾ ഡൗട്ട്സും കാര്യങ്ങളെന്ന് പറയുമ്പം എനിക്കത് കിട്ടിയില്ല, എനിക്കിത് കിട്ടിയില്ല, എനിക്ക് കാറ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് കമൻറ്റ്സ് ചെയ്യുന്നതിന് പകരമായിട്ട് നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളതിൻ്റെ പേരോട് ഉൾപ്പെടുത്തി നിങ്ങൾ കമൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ അതിനുള്ള റിപ്ലൈ കാര്യങ്ങളൊക്കെ തരാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ മച്ചന്മാർ നമ്മുടെ ഗെയിമിലേക്ക് നമ്മുടെ ഫ്രാങ്കിളിൻ്റെ വീടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫ്രാങ്കിളിൻ്റെ വീടും കാര്യങ്ങളും നമ്മുടെ GTA 5ൻ്റെ തന്നെ വന്നേക്കുന്നത്. അപ്പോൾ അതെങ്ങനെ എടുക്കുന്നത് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതിന് മുമ്പായിട്ട് നമ്മുടെ GTA 5യുടെ മോഡും കാര്യങ്ങളും എങ്ങനെയാണ് നമ്മുടെ ഗെയിമിലേക്ക് എടുക്കുന്നത് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ കുറേ പേർക്ക് കിട്ടിയായിരുന്നു, പക്ഷേ കുറേ പേർക്ക് കിട്ടുന്നില്ലെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സൊല്യൂഷനും കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം നമ്മുടെ പുതിയ GTA 5യുടെ. അപ്പോൾ ആ ലിങ്കും കാര്യങ്ങളും ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നേരായിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു സൈറ്റിൽ പോകുന്നതായിരിക്കും. സൈറ്റിൽ പോയതിനു ശേഷം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുന്ന ഓപ്ഷനും കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ നടുക്ക് തന്നെ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്തപ്പോൾ ഡൗൺലോഡ് നൗ എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു ഓപ്ഷനും കാര്യങ്ങൾ കാണുന്നുണ്ട്. ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഡൗൺലോഡും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. അപ്പം നിങ്ങൾക്കും ഇതേ സ്റ്റെപ്സ് തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ എനിക്കിവിടെ ഡൗൺലോഡും കാര്യങ്ങളൊക്കെ ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഡൗൺലോഡ് കാര്യങ്ങളൊക്കെ ക്യാൻസൽ ചെയ്യുവാണ്. കാരണം ഓൾറെഡി എൻ്റെ ഗെയിമിനകത്തോട് ഡൗൺലോഡ് ആയിട്ടുള്ളതുകൊണ്ട് പിന്നെയും ഞാൻ ഡൗൺലോഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് എനിക്കതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ആവർത്തിച്ച് നിങ്ങൾ ചെയ്യരുത്, ഒറ്റവട്ടം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കാവുള്ളൂ. അപ്പോൾ എനിക്കിവിടെ ആണെങ്കിൽ GTA 5 സിറ്റിയും അതുപോലെ തന്നെ പോർഷെ കാറും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പം ഇത് ആഡ് ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചു തരാം. ഞാനപ്പോൾ അവിടെ നിന്ന് ഡൗൺലോഡും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി ലോഡ് സെക്ഷന് ക്ലിക്ക് ചെയ്യുന്നതാണ്. ലോഡ് സെക്ഷന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഡൗൺലോഡ്സിൻ്റെ അകത്ത് എവിടെയാണ് പോയി കിടക്കുന്നത് വെച്ചാൽ GTA 5ൻ്റെ ആ ഫയലും കാര്യങ്ങൾ എവിടെ കിടക്കുന്നത് നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടതാണ്. എനിക്കിപ്പോൾ ഫോണിൻ്റെ അകത്ത് കിടക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇത് ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിതിവിടെ ആഡായിട്ടുണ്ട്. പക്ഷേ ഇന്ന്
ചിലവർക്ക് ഇത് ആഡായിട്ടുള്ള ഓപ്ഷനും കാര്യങ്ങൾ കാണത്തില്ല. കാണാത്തവർ പേടിക്കേണ്ട ആവശ്യമില്ല. ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. അതിപ്പം ആഡ് ചെയ്തവരാണെങ്കിൽ ആഡ് ചെയ്തവരാണ് ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഗെയിം ഇത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ടതാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം മാത്രമേ നിങ്ങൾ GTA 5 ലിങ്കും കാര്യങ്ങളും ക്ലിക്ക് ചെയ്യാവരുത്. കേട്ടോ, അങ്ങനെ ചെയ്താലേ നിങ്ങൾക്ക് വർക്കും കാര്യങ്ങളൊക്കെ ആവത്തുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാനിവിടെ പോർഷെ കാറും കാര്യങ്ങളൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി നമുക്കാണ് GTA 5 കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്ന രീതി എങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ GTA 5 അടുത്ത് ലിങ്കും കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു 5-10 സെക്കൻഡ് നിങ്ങൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതാണ്. ഇവിടെ ഡൺ എന്ന് പറഞ്ഞാൽ ആദ്യം കാണിക്കും. അതിനുശേഷം നിങ്ങൾ പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെയും ഡണ്ണ് കാണിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും. ആദ്യം ഡണ്ണ് കാണിച്ചാൽ നിങ്ങൾക്ക് അത് ലോഡിങ് ഓപ്ഷനിലേക്ക് കയറിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പെട്ടെന്ന് നേരെ GTA 5 ലിങ്കിലോത്തോട്ട് കയറുന്നതായിരിക്കും. ഇവിടാണ് കുറേ പേർക്ക് തെറ്റ് കാര്യങ്ങൾ പറ്റുന്നത്. അതെന്താ ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതിന് മുമ്പ് നമ്മുടെ ഫ്രാങ്കിളിലെ വീടും കാര്യങ്ങളും എങ്ങനെയാണ് നമ്മുടെ GTA 5 സിറ്റിയിലോട്ട് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു തരുന്നതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗെയിം ഒന്ന് റീഫ്രഷ് ചെയ്യണം. ഗെയിം റീസ്റ്റാർട്ട് ചെയ്യണം. ഗെയിം റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നേരെ വരുന്നത് നമ്മുടെ ഒറിജിനൽ ഇന്ത്യൻ ബൈക്ക് 3D ഗെയിമിലോട്ടാണ്. അവിടെ നമുക്കൊരു സ്ലോട്ടും കാര്യങ്ങൾ സെലക്ട് ചെയ്യണം. ഇഷ്ടമുള്ള സ്ലോട്ടും കാര്യങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ എന്ത് വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിവിടെ GTA 5 സിറ്റി എന്ന് പറഞ്ഞ ടൈപ്പും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. IBD 3D എന്ന് പറഞ്ഞുകൊണ്ട് ടൈപ്പും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ടൈപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ കൊടുക്കാവുന്നതാണ്. ഞാൻ എല്ലാ ഹൈയും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ ഗെയിമിനകത്ത് എൻ്റർ ആവുന്നത്. ഗെയിമിനകത്ത് എൻ്റർ ആകുമ്പോഴത്തേക്കും ഞാനിപ്പം നോർമലിനകത്താണ് നമ്മൾ GTA 5 സിറ്റിക്കകത്തല്ല വന്നിരിക്കുന്നത്. അപ്പം GTA 5 സിറ്റിക്കകത്ത് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കിവിടെ ഇൻ്റർനെറ്റ് ഓപ്ഷൻ കാര്യമുണ്ട്. അപ്പോൾ ഇൻ്റർനെറ്റ് ഓപ്ഷൻ കാര്യം എടുക്കേണ്ടതാണ്. നെറ്റും കാര്യങ്ങളും ഓൺ ആക്കാൻ എല്ലാവരും ശ്രമിക്കുന്നതാണ്. ഈ ഒരു സമയത്ത് ഇൻ്റർനെറ്റിൻ്റെ ഓപ്ഷൻ കാര്യങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് നെറ്റും കാര്യങ്ങളും ആവശ്യമുണ്ട്. അപ്പം നെറ്റ് ഓൺ ആക്കിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇനി നമുക്ക് ഒരു 5-10 സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ പേസ് ബട്ടൺ കൊടുക്കാം. ലിങ്കും കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. അതുപോലെ തന്നെ വാട്സപ്പ് ചാനലും കൊടുത്തേക്കാം. അവിടെ നിങ്ങൾക്ക് ഈ ലിങ്കും കാര്യങ്ങൾ എടുക്കുന്നുണ്ട്. കോപ്പി ചെയ്താൽ മതി കേട്ടോ. കോപ്പി ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ഫയലിംഗ് ഡൗൺലോഡാണ്. ഇനി ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നു. ഒന്നുകൂടെ ഗെയിം റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നെറ്റും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്യുന്നുണ്ട്. നെറ്റും കാര്യങ്ങൾ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ വീടിൻ്റെ പുറത്തോട്ട് ഇറങ്ങാൻ പോകുന്നുണ്ട്. അപ്പോൾ വീടിൻ്റെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ ഫ്രാങ്കിളിൻ്റെ വീടും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെയാണെങ്കിൽ RJ സ്റ്റോർ എടുക്കണം. SD എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് കരടിച്ചണം. എന്നിട്ട് അവിടെ ഡൺ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആ മോഡും കാര്യങ്ങളും ആഡായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മോഡ് നമ്മളെങ്ങോട്ടാണ് പോകുന്നത് അവിടോട്ട് ഇത് വരുന്നതായിരിക്കും. അപ്പം SD എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്യേണ്ടതാണ്. ഇനി GTA 5 ഞാൻ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 5-10 സെക്കൻഡ് ഇതിന് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇതിനകത്തോട്ട് കയറുന്നത് GTA 5 അപ്പോൾ കയറിയതിന് ശേഷം നിങ്ങൾ നോക്കുമ്പോൾ തന്നെ നമ്മുടെ വീടിന് ചെറിയൊരു മാറ്റവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രാങ്കിളിലെ വീടും കാര്യങ്ങളൊക്കെ നമ്മുടെ GTA 5 സിറ്റിയിലോട്ട് ആഡായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നേരത്തെ ഞാനിത് ആദ്യം നമുക്ക് GTA 5 കിട്ടിയ സമയത്ത് ഞാനിത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ വെട്ടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് നിങ്ങൾക്ക് ആദ്യത്തെ വീഡിയോയിൽ ഞാൻ ഡ്രോൺ വെച്ച് നമ്മൾ GTA 5 സിറ്റിക്കകത്ത് കറക്കുന്ന സമയത്തും ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റിയിരുന്നത്. അപ്പം അതാണ് ഞാനിവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ആ സാധനങ്ങളൊക്കെ വർക്കാവുന്നുണ്ട്. നമ്മുടെ ഫ്രാങ്കിളിലെ വീടും കാര്യങ്ങളൊക്കെ വർക്കായിട്ടുണ്ട്. ഫ്രാങ്കിളിലെ വീടും കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലോറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാണിച്ചു തരുന്നതായിരിക്കും ഈ വീഡിയോയിൽ തന്നെ. അപ്പോൾ ഞാൻ ഫ്രാങ്കിളിലെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. നമ്മളിവിടെ പീസ് ചെയ്യുമ്പോൾ തന്നെ ഫ്രാങ്കിളിലെ വീട് കുറച്ചുകൂടെ മാറി നിന്നുകൊണ്ടായിരിക്കും വരുന്നത്. അത് ഗ്ലിച്ചും കാര്യങ്ങളൊക്കെയാണ്. അത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാം വർക്കും കാര്യങ്ങളൊക്കെ ആവുന്നതായിരിക്കും. അങ്ങനെ ഫൈനലി നമ്മളാണെങ്കിൽ നമ്മുടെ ഫ്രാങ്കിളിലെ വീട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്കാണ് കാറും കാര്യങ്ങളൊക്കെ സ്പോൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. എല്ലാം സെറ്റായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കും ഇത് കിട്ടുന്നുണ്ടോ ഇല്ലേ നോക്കിയതിന് ശേഷം കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ മെൻഷൻ ചെയ്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടതാണ്. എനിക്കിപ്പം ഫ്രാങ്കിളിലെ വീട് കിട്ടുന്നില്ല, അപ്പോൾ ഫ്രാങ്കിളിലെ വീട് എനിക്ക് കിട്ടുന്നില്ല, ഞാൻ കുറേ ട്രൈ ചെയ്തു കിട്ടുന്നില്ല എന്ന് പറയുവാണെങ്കിൽ ഞാൻ പ്രോപ്പറായിട്ടുള്ള റിപ്ലൈ കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. അല്ല നിങ്ങൾ ചുമ്മാ ഇങ്ങനെ വല്ല കമൻസ് കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ എനിക്ക് റിപ്ലൈ തരാൻ പറ്റത്തില്ലായിരിക്കും. അപ്പോൾ കിട്ടിയില്ല, എനിക്ക് വന്നില്ല, എനിക്ക് കയറുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എനിക്കും അറിയത്തില്ല നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഞാൻ ഉദ്ദേശിക്കുന്നതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രോപ്പറായിട്ട് കമൻസും കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫ്രാങ്കിളിലെ വീടും കാര്യങ്ങളൊക്കെ നമ്മുടെ GTA 5 സിറ്റിയിലോട്ട് ആഡായിട്ടുണ്ട്. ആഡാകുന്ന രീതിയെല്ലാം കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മിസ്റ്റേക്സ് കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്ന മിസ്റ്റേക്സ് കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ നിങ്ങളുടെ ലിങ്കിൽ ആവർത്തിച്ച് ക്ലിക്ക് ചെയ്യുന്നത് മൾട്ടിപ്പിൾ ടൈംസ് ആയിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ലിങ്കും കാര്യങ്ങളും ബഗ് ആവാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ ഇഷ്യൂ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇട്ട് തരുന്ന ലിങ്ക് നിങ്ങൾ മര്യാദയ്ക്ക് യൂസ് ചെയ്യുന്നില്ല. മര്യാദയ്ക്ക് യൂസ് ചെയ്യില്ല എന്ന് പറയുമ്പം നിങ്ങളിപ്പം വാട്സപ്പ് ചാനലിൽ ഞാൻ ലിങ്ക് കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ പോകണം. നിങ്ങൾ നേരെയാണെങ്കിൽ ഇതിലോട്ട് ഡിസ്ക്രിപ്ഷനിൽ വരും, യൂട്യൂബ് ഡിസ്ക്രിപ്ഷനിൽ വരിക. അവിടെ നിങ്ങൾ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ നിങ്ങൾ ഡൗൺലോഡിൻ്റെ ഓപ്ഷനിലേക്കായിരിക്കും പോകുന്നത്. അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആദ്യം ഓൾറെഡി ഒരെണ്ണം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടായിരിക്കും രണ്ടാമത് ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്യാതെ ശ്രമിക്കേണ്ടത്, അങ്ങനെ ചെയ്യരുത് ഒരിക്കലും. അതിന് പകരം നിങ്ങൾ നേരത്തെ പഴയ ഓൾഡ് വല്ലതും
എല്ലാം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കളയേണ്ടതാണ്. കിട്ടാത്തവർക്ക് മാത്രമാണ്, കിട്ടിയവർക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല. കിട്ടാത്തവർക്ക് അത് ഡൗൺലോഡ് ചെയ്യണം. പഴയ ലിങ്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ചത് കളഞ്ഞതിന് ശേഷം പുതിയ ലിങ്ക് നിങ്ങളെടുത്ത് ഡൗൺലോഡ് ചെയ്യണം. പുതിയ ലിങ്ക് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഗെയിമിൻ്റെ അകത്ത് കയറേണ്ടതാണ്. ഗെയിമിൻ്റെ അകത്ത് കയറിയതിന് ശേഷം നിങ്ങൾ ഈ ഒരു സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യേണ്ടതാണ്, എന്നാലേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ചിലവരുടെ ഫോണിൽ ഇത് ചിലപ്പോൾ സപ്പോർട്ട് ആവാതെ പോകുന്നുണ്ടായിരിക്കും. ചിലവരുടെ ഫോണിൽ സപ്പോർട്ട് ആവാതെ നമ്മളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കംപ്രസ് ചെയ്യുമ്പോൾ കുറച്ച് പാടും കാര്യങ്ങളൊക്കെ വേണം, കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ വേണം നമ്മൾ പറഞ്ഞു. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്ര ആഡ് ചെയ്തത്. അപ്പോൾ ഇത്ര ആഡ് ചെയ്തപ്പോൾ അത് കംപ്രസ് ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പം എന്തായാലും വരുന്ന അപ്ഡേറ്റ്സിലേക്ക്, ഇനി പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തേക്ക് നമുക്കിത് കംപ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് നമുക്കിപ്പോൾ ഇനി ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസും കാര്യങ്ങളും. അപ്പോൾ വരുന്ന അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് GTA 5 കസ്റ്റമും കാര്യങ്ങളൊക്കെ നമുക്ക് ഓണായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒക്കെ രീതിയിലൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഫ്രാങ്കിളിലെ വീടും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റപ്പ് ആക്കാൻ പറ്റും. ഇപ്പം നമുക്ക് ജസ്റ്റ് ആഡ് ചെയ്യാനേ മാത്രമേ പറ്റത്തുള്ളൂ, അതിനുള്ള ഓപ്ഷൻ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പം അതുകൊണ്ടാണ് നിങ്ങളോട് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞത്. പക്ഷേ നിങ്ങൾക്ക് ആർക്കും ഒരു വെയിറ്റിങ്ങിനുള്ളൊരു ഇതില്ല, ടൈം ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കുറേ പേർക്ക് കിട്ടാത്തവരുണ്ട്. കുറേ പേർക്ക് കിട്ടാത്തവർ ഇങ്ങനത്തെ സ്റ്റെപ്സ് ചെയ്തിട്ടും കിട്ടുന്നില്ലെങ്കിൽ, എല്ലാ സ്റ്റെപ്സും ചെയ്തു പക്ഷേ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട. നെക്സ്റ്റ് അപ്ഡേറ്റിലേക്ക് അതെല്ലാം ഫിക്സ് ചെയ്യുന്നതായിരിക്കും. അപ്പം പുതിയ അപ്ഡേറ്റ് വരുന്നവരെ സീ യു ദെൻ.